ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 6 ഗുരുപ്പിറവി. ഭാഗം 6 ഗുരുപ്പിറവി. 1855 ആഗസ്റ്റ് മാസം. മലയാളികൾക്ക് സുപരിചിതമായ കൊല്ലവർഷത്തിൻ്റെ കണക്കിൽ പറഞ്ഞാൽ 1031 പൊന്നിൻ ചിങ്ങമാസം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മഹാബലി തമ്പുരാന്റെ ഗതകാല സ്മരണകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന തിരുവോണനാൾ. ഓണക്കളികളും ഓണപ്പുടവയും ഓണസദ്യയും ഒക്കെയായി മലയാളക്കരയാകെ ആഹ്ലാദ തിമിർപ്പിലായിരുന്നു. ചെമ്പഴന്തിയിലെ കൊയ്ത്തു കഴിഞ്ഞു കിടക്കുന്ന വയൽവാരത്തെ പാടനിലങ്ങളിൽ കുട്ടികൾ ആരവം മുഴക്കി പലതരം കളികളിലേർപ്പെട്ടിരുന്നു. മുതിർന്നവരിൽ ചിലർ മരക്കൊമ്പുകളിൽ കെട്ടിയിരുന്ന ആയമുള്ള ഊഞ്ഞാലുകളിൽ ഓണപ്പാട്ടും മൂളിക്കൊണ്ട് ആടുകയായിരുന്നു. തുമ്പയും തുമ്പികളുമൊക്കെ നിറഞ്ഞ ചെമ്പഴന്തിയിലെ ഗ്രാമവഴികളിലാകട്ടെ വിരുന്നുകാർ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. മാനത്ത് ദൈവം തമ്പുരാൻ പതിപ്പിച്ചു വെച്ചിരിക്കുന്ന വെള്ളി തളിക പോലെ വെള്ളി വെളിച്ചം വിതറി നിൽക്കുകയായിരുന്നു പൂർണ്ണചന്ദ്രൻ. നിഴലും നിലാവും ചേർന്ന് ഒരു ചലച്ചിത്ര കാവ്യം രചിക്കപ്പെട്ടതുപോലെ കിടക്കുകയായിരുന്ന മണയ്ക്കൽ ക്ഷേത്രാങ്കണത്തിൽ നാട്ടുകാരൊക്കെ ഒത്തുകൂടി രാവേറെ ചെല്ലും വരെ കഥയും കളിയും കാര്യവും പങ്കുവച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഓണബഹളങ്ങളിലൊന്നും പെടാതെ നിൽക്കുകയായിരുന്നു വയൽവാരം വീട്. ആ ഭവനത്തിൽ രാവ് മുഴുവൻ വിളക്കരിയുകയായിരുന്നു. കാരണം പൂർണ്ണ ഗർഭിണിയായിരുന്ന കുട്ടിയമ്മയുടെ പ്രസവ സമയം അടുത്തിരുന്നതിനാൽ മറ്റ് ആഘോഷങ്ങളിലൊന്നും അവിടെയുള്ളവരുടെ ശ്രദ്ധ പോയിരുന്നില്ല. തിരുവോണനാളും അവിട്ടം നാളും വിട ചൊല്ലി ചതയം നാൾ കടന്നു വന്നത് ഒരു ദൈവിക കൽപ്പനയുടെ മഹാവിളംബരവുമായിട്ടായിരുന്നു. വയൽവാരം വീട്ടിൽ താമസമാക്കിയിരുന്ന രാമൻ വൈദ്യരും കിഴക്കേവിളയിൽ നിന്നെത്തിയ അനിയൻ കൃഷ്ണൻ വൈദ്യരും അന്ന് കൂടെ എന്തൊക്കെയോ മന്ത്രിക്കുകയും വയൽവാരത്തെ സൂതികാഗ്രഹത്തെ ചുറ്റിപ്പറ്റി നിലകൊള്ളുകയും ചെയ്തു. ചാണകം മെഴുകി മിനുസമാക്കിയിരുന്ന ആ ഗ്രഹത്തിലെ 3 മുറികളിലൊന്നിൽ പൂർണ്ണ ഗർഭിണിയായ കുട്ടിയമ്മയ്ക്കൊപ്പം പ്രസവകാര്യങ്ങളിൽ സാമർഥ്യവും പരിചയവുമുള്ള പ്രായമായൊരു പതിച്ചിയുമുണ്ടായിരുന്നു. കൂടാതെ എന്തു സഹായത്തിനും തയ്യാറായി ബന്ധുക്കളായ ഏതാനും സ്ത്രീകളും ആ സൂതികാഗ്രഹത്തിൻ്റെ മറ്റു മുറികളിലുണ്ടായിരുന്നു. ആ നേരത്ത് കൃഷ്ണൻ വൈദ്യർ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രജാലങ്ങളെ നോക്കി മുറ്റത്ത് നിന്ന് സ്വയം ചില ജ്യോതിഷ ഗണിതങ്ങൾ നടത്തുകയായിരുന്നു. അപ്പോൾ അടുത്തേക്ക് വന്ന മാടനാശാനെ കണ്ടിട്ട് വൈദ്യർ പറഞ്ഞു, "അമ്മാവൻ കൊച്ചനാശൻ, കുട്ടിക്ക് ജനിക്കുന്ന കടിഞ്ഞൂൽ സന്താനം ലോകക്ഷേമ തൽപരനായിരിക്കുമെന്ന് ഒരിക്കൽ പ്രവചിച്ചത് ഞാൻ ഈ നേരത്ത് ഓർക്കുകയായിരുന്നു. ഈ പുലർകാലം ആ പിറവിക്കുള്ള ഏറ്റവും ഉത്തമമായ നേരമാണെന്ന് തോന്നുന്നു." അത്രയും പറഞ്ഞപ്പോഴേക്കും സൂതികാഗ്രഹത്തിനുള്ളിൽ നിന്നും സ്ത്രീകളുടെ ചില അടക്കം പറച്ചിലുകൾ അവരുടെ കാതുകളിലെത്തി. അവയ്ക്കൊന്നും വ്യക്തതയുണ്ടായിരുന്നില്ലെങ്കിലും ചിലതെല്ലാം അവർ ഊഹിച്ചെടുത്തു. അപ്പോഴേക്കും സൂതികാഗ്രഹത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ കൂട്ടക്കുരവയിടൽ വയൽവാരത്തെ പുളകച്ചാർ തണിയിച്ചുകൊണ്ട് അന്തരീക്ഷമാകെ പടർന്നു കയറി.
അന്ന് ചിങ്ങം 14-ാം തീയതി ചതയം നക്ഷത്രമായിരുന്നു. ആഗസ്റ്റ് 28. മാടനാശാന്റെ പ്രിയ പത്നി കുട്ടിയമ്മ ഒരാൺകുഞ്ഞിനു ജന്മമേകിയിരിക്കുന്നു എന്ന മംഗളകരമായ വൃത്താന്തത്തിന്റെ നാട്ടാചാരപ്രകാരമുള്ള അറിയിപ്പായിരുന്നു ആ കുരവയിടൽ. അതിന്റെ അലകൾ കേട്ട് വയൽവാരത്തെ പാടങ്ങൾക്കിരുപുറവുമുള്ള ഭവനങ്ങളിൽ വിളക്കുകൾ തെളിഞ്ഞു. കൊച്ചുവിളയിലെ മാടനാശാനും മുട്ടിയാട്ടെ കുട്ടിയമ്മയ്ക്കും ചതയ നക്ഷത്രത്തിൽ ഒരു ആൺകുഞ്ഞു പിറന്നിരിക്കുന്നുവെന്ന മംഗളവാർത്ത ഗ്രഹിച്ച് അവരെല്ലാം സന്തോഷിച്ചു. അവതാരമായി അവതാരമായി ചെമ്പഴന്തിയിൽ ദേവൻ അവതാരമായി മാടൻകുട്ടിയമ്മയുടെ പൊന്നോമന പുത്രനായി ഓണച്ചിങ്ങച്ചതയ നാളിൽ അവതാരമായി 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 ചെമ്പഴന്തിയിൽ ദേവൻ അവതാരമായി. ഗുരുദേവ കഥാസാഗരത്തിന്റെ ഭാഗം 6 ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.